അപ്പൊ ഉമ്മച്ചാ കുഞ്ചാ 2 വാളമീനുണ്ട്. ഞാൻ ഇതിനെ ഗ്രില്ല് ചെയ്യണം. അപ്പൊ ഇതിനെ വെട്ടി വേറെ വെച്ച് വെടുപ്പാക്കിട്ട് അത്രേ ഉള്ളു. അപ്പൊ ഒന്ന് നേരേക്ക് ആ ചില വാക്കുകൾ കിട്ടാൻ മാറുന്നു അല്ലേ? വെടുപ്പാക്ക് പറഞ്ഞതേ വെളുപ്പാക്ക് ഇതിലില്ല, ചെളുക്കില്ല. ഉരിക്കുകയാണെങ്കിൽ ഉരിക്കുക. കഴുകിയെടുക്കാം നന്നായിട്ട്. കൊമ്പില്ലേ, കൊമ്പൊക്കെ കുത്തിനടോ ഇത് ചേട്ടാ. നെയ് കൊഴുപ്പാണ് തോന്നുന്നു അല്ലേ? അധികം വേസ്റ്റ് ഒന്നുമില്ല അല്ലേ? അയ്യേ, ഇതാ ഈ സാധനം മാത്രം. ഇതാണ് വേസ്റ്റ്. കുറച്ചുകൂടെ അങ്ങോട്ട് നീളത്തിൽ കട്ട് ചെയ്താൽ പറഞ്ഞില്ലേ ചെക്കള് പൂക്കൾ. മച്ചാ അടുത്ത മീനെ കൂടി നേരെയാക്കാം. കുത്തിക്കോ. ഓപ്പറേഷൻ ചെയ്യുന്നീ വിളിച്ചായി 5-ാം കൂട് കടന്നു പോട്ടെ. വീണ്ടും കിട്ടി ആ മഞ്ഞ. അതായത് മഞ്ഞ സാധനം. നമ്മുടെ വെള്ളാപ്പള്ളിനാശം പറയുന്ന പോലെയാണെങ്കിൽ മഞ്ഞ കളർ, വെറും മഞ്ഞ. അത് മഞ്ഞെടുത്ത് ഇപ്പോഴേ 2 മീനിന്റെ ഇതാ പണ്ടം കുണ്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയിട്ട് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ചോദിച്ചോ മതി നിൽക്കാം. ഉള്ളിലേക്ക് പിടിക്കും, പുറത്ത് ഇതല്ല, പുറത്തിരി ഒരു മയം ഉണ്ടല്ലോ. എന്റെ പറയണ ലാസ്റ്റ് മച്ചാ വരയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മസാല കൂട്ടുക. മസാല കൂട്ടാം. 2 നോക്ക്, CR നിൽക്കുന്നുണ്ട്, ചോട്ടും നിൽക്കുന്നുണ്ട്. 2 ഇപ്പൊ കിട്ടുമ്പോൾ നിൽക്കണം. മച്ചാ എല്ലാം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കഴുകിയെടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചോ. എല്ലാ മീനും ഇതിൽ വെക്കാൻ പറ്റില്ലേ, അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് മസാല പരട്ടണം അല്ലേ ഉമ്മച്ചാ? ഉമ്മച്ചാ അപ്പൊ പൊടി, മഞ്ഞപ്പൊടി ആദ്യം തുടങ്ങട്ടെ അല്ലേ? മഞ്ഞളിൽ തുടങ്ങാന്നല്ലേ പറയാ? ഇത്തിരി കൂട്ടിട്ടോ. കുട്ടികളൊക്കെ ഇത്തിരി പിടിക്കണ്ട. അതില് മുളക് പൊടി ഇത്തിരി കൂടി ഇട്ടോ. കുരുമുളക് പൊടി ഇല്ലേ? കിട്ടോ മസാല. ഫിഷ് മസാല. ഫിഷ് മസാല മതി. ഇപ്പൊ ഞാൻ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് വിടാം കേട്ടോ. അത് ചെറുനാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊട്ടിക്കോ. ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്യാം, മൈ പോലെ ആക്കണം. ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചില്ല. ഇനി നമുക്ക് ഉപ്പിടണം. ഉപ്പിട് ഉമ്മച്ചാ. ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല മൈ പോലെ ആക്കിക്കൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉമ്മച്ചാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതാ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ നോക്കണം. പിന്നെ എല്ലാം കറക്റ്റാണ്, നമ്മളല്ലേ ചെയ്ത്. നീ വേണമെങ്കിൽ നോക്കും. അപ്പൊ ഉമ്മച്ചാ തേച്ച് കൊടുത്തോ ഈ അള്ളുകളിലൊക്കെ. ഞാൻ ഈ കണ്ണിലൊക്കെ തേക്കട്ടെ. ഇതിലൊരു ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, പൊന്നോട്ടി പാട്ട് പാടേ. വാളമീനക്കും വെള്ളം കമ്മീനക്കും കല്യാണം. വാളമീനല്ലേ? നീ മറിക്കാം. ആയി സെറ്റാ. ഇതിന് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കുന്ന ടൈമിൽ നമുക്ക് മറ്റേ അടുപ്പ് കത്തിക്കാം. മതി. എടുക്കണം. ഇത് മറ്റേ കർപ്പൂരം, പഴയ കർപ്പൂരം. ഇപ്പോഴൊക്കെ മറ്റേ കട്ടയാണല്ലോ. പടപടാന്ന് പൊട്ടും കിട്ടാ. അപ്പോഴേ
റെസ്റ്റിന് വെച്ച മീനാണ് നമ്മൾ ഇനി ഗ്രില്ല് ചെയ്യാൻ പോകും. മച്ചാ വെക്ക്. അടിപൊളിയാണ്. ആ വെക്ക് 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 വെക്ക്. കൂട്ടാമ്പളിന്റെ മേലെ വെക്ക്. ഇതൊന്നും വേണ്ട. ആട്ടെ, ആ കല്ല് കുറച്ച് അങ്ങോട്ട് വലിക്കുന്നു. കണ്ടു വലിക്കണം. കുറച്ച് അതിന്റെ ആവശ്യമില്ല, ഈ ഓട്ടമ്പുളിന്റെ ആവശ്യമില്ല. എന്നാലും കിടക്കട്ടെ കൊണ്ട് വെച്ചാണ് താങ്ങാത്തന്നെ അല്ലേ ഒരു താക്കം. മച്ചാ അത് തിരിക്കുക, അത് ഓട് മാറ്റട്ടെ. ഓട് മാറ്റിയാ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നു. നോക്കട്ടെ മച്ചാ. ഇനി വെക്കി. ആ മതിയല്ലോ. നെയ്യ് പുല്ലാൻ തുടങ്ങിട്ടാ. നെയ്യ് വീഴും കത്തണം. ഇതേ വാടമീനെ ഭയങ്കര നെയ്യായതുകൊണ്ട് ഇത് ഗ്രില്ല് ചെയ്യാൻ പറ്റില്ല. ഇത് വറുക്കുക അല്ലെങ്കിൽ കറി വെക്കുക. ഞങ്ങളിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കിയതാണ്. പരീക്ഷണമാണ്. കണ്ട, അത് ഇതിന്റെ നെയ്യില്ലേ താഴെ ഇതിൽ പോയിട്ട് ഒക്കെ കത്തുകയാണ്, തീ കത്തുകയാണ്. അപ്പൊ ഇത് ഒരിക്കലും ഗ്രില്ല് ചെയ്യരുത്. വറുക്കുക, അല്ലെങ്കിൽ വറുക്കുകയാണെങ്കിലും അധികം എണ്ണ ഒഴിക്കാൻ പാടില്ല. പക്ഷെ സെറ്റപ്പായി ഗ്രില്ലാകുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം അത് തന്നെ തീയും പിടിക്കുന്നുണ്ട്. തീ അടിയിൽ തീ പിടിക്കായി, നെയ്യ് അങ്ങനെ ഇറ്റിറ്റ് വീണിട്ടേ. മച്ചാ രണ്ടുമായി ഇറക്ക്. ആ എന്റെ അമ്മ അങ്ങനെയായില്ല, അത് തല്ലിപ്പരത്തി തവളനെ പോലെയായി. വാളയ്ക്ക് ഗ്രില്ലടിക്കാൻ പറ്റില്ല. ഞങ്ങൾ പരീക്ഷണമുണ്ട്. തട്ടിക്കോ, തട്ട്. വാല് ആ വെന്ത് ഉടഞ്ഞു പോയില്ലേ? കുഴപ്പമില്ല. ചന്നത്തെ വെക്ക് കായ്ക്കുള്ള അപ്പൊ മീനൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ അല്ലേ അമ്മച്ചാ? ഹായ്, എന്തായാലും ചാറ്. പിന്നെ വെറും നീരല്ല, എളുമ്പിച്ച നീര്. അപ്പൊ നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് ഞങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അമ്മച്ചാ കഴിച്ചു നോക്കുക. പിന്നെ വാളമീന് എടുക്കും മച്ചാ. ഞാനിത് ഈ തല മുഴുവൻ എടുക്കട്ടെ. സംഭവമില്ലേ, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് നെയ്യ് ഇറങ്ങണതുകൊണ്ടാണ് നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു ഇത് തീ കത്തുക. തീ കത്താതെ എടുക്കണം. പക്ഷെ വാളമീൻ എന്തായാലും ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നല്ലത് വറുക്കുക അല്ലെങ്കിൽ കറി വെക്കുക. കേട്ടാ, നല്ല ഭാഗം നമ്മൾ മറ്റുള്ള മീൻ പോലെ അത്രയും ടൈറ്റ് ആയിട്ടില്ല, അത് മാത്രം. അതാണ് കുഴപ്പം. അതിപ്പോ കടലയോ റോവോ അങ്ങനെയൊക്കെ അങ്ങനെ ഇതിനൊരു ടൈറ്റ് ആവും. ഇന്ന് ഞങ്ങളുടെ കൂടെ കഴിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ രവിയേട്ടൻ. രവിയേട്ടൻ്റെ പേര് വരി വന്നിരിക്കും. അത് നിങ്ങൾ കഴിച്ചിട്ടേ അതൊന്നുമില്ല, ഞങ്ങളുടെ കാട്ടിലാണ്. പിന്നെ ചേര കഴിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം പറയും? നമുക്ക് അപ്പോഴത്തെ ഈ തക്കാളി ഇതൊക്കെ കൂട്ടിട്ട് രവിയേട്ടൻ അങ്ങനെയുണ്ട്. വാളമീനാണെന്ന് തോന്നുന്നില്ല, ഗ്രില്ലിട്ട് വേവിച്ചുകൊണ്ട് വാളമീനാണെന്ന് തോന്നുന്നില്ല. മുഴുകി വന്നു അല്ല. കഴിക്കാം, ഇതൊക്കെ കൂട്ടി അടിക്കാം. തക്കാളിയൊക്കെ മച്ചോ അങ്ങനാ. അപ്പൊ ഞാൻ ഈ തല തീർക്കട്ടെ. നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ടേ, അവർക്കും കൊടുക്കണം. അപ്പോ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറയില്ല. എന്താ ചോദിച്ചോ, ഇത് നെയ് കൊഴുപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യണ്ട, അങ്ങ് വറുത്തുന്നോളെ. പക്ഷെ ഗ്രില്ല് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, അതില്ല എന്ന് പറയില്ല. പക്ഷെ എന്നാലും വറുത്ത അല്ലെങ്കിൽ കറി വയ്ക്കുക, അങ്ങനെ കഴിച്ചാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ.